Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CE 404 സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 2-ലെ 4th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് ഷെഡ്യൂള് എന്നുള്ള കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഷെഡ്യൂള് അതുപോലെ പ്ലാനിങ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഷെഡ്യൂൾസ് ആണ് പഠിക്കുന്നത്. വളരെ ബ്രീഫായിട്ടുള്ള കുറച്ച് കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും മെറ്റീരിയൽ ഷോർട്ടേജ് ഒന്നും വരാതെ ഇൻട്രപ്ഷൻ ഒന്നും വരാതെ കൊണ്ടുപോകാനും നമുക്ക് ഷെഡ്യൂളുകൾ ആവശ്യമാണ്. അപ്പോൾ ഷെഡ്യൂളുകൾ പല രീതിയിലുണ്ട്. കൺസ്ട്രക്ഷൻ ഷെഡ്യൂളുണ്ട്, അതായത് ഓരോ വർക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. ഫസ്റ്റ് ആക്ടിവിറ്റി, അത് കഴിഞ്ഞ് സെക്കൻഡ് ആക്ടിവിറ്റി, പാരലായിട്ട് 3ഉം 4ഉം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റ്വർക്ക് പഠിച്ചായിരുന്നു. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളാണ്. ഇനി ഓരോ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് മെറ്റീരിയൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോ സമയങ്ങളിൽ ഏതൊക്കെ മെറ്റീരിയൽ വേണം, അത് എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര ടൈമിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ മെറ്റീരിയൽ ഷെഡ്യൂളുണ്ട്, ലേബർ ഷെഡ്യൂളുണ്ട്. ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഓരോ ദിവസം എത്ര വർക്കേഴ്സ് വേണം, അതിലെത്ര സ്കിൽഡ് ലേബേഴ്സ് വേണം, എത്ര അൺസ്കിൽഡ് ലേബേഴ്സ് വേണം, എത്ര എഞ്ചിനീയേഴ്സ് വേണം, എത്ര സൂപ്പർവൈസർ വേണം, ഇലക്ട്രീഷ്യൻ എത്ര വേണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഷെഡ്യൂളുകളുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ മെയിൻലി നമുക്ക് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളുണ്ട്, മെറ്റീരിയൽ ഷെഡ്യൂളുണ്ട്, ലേബർ ഷെഡ്യൂളുണ്ട്, എക്യുപ്മെൻറ്റ് ഷെഡ്യൂളുണ്ട്, ഫിനാൻഷ്യൽ ഷെഡ്യൂളും ഉണ്ട്. First one, construction schedule. The graphical representation which shows the phasing rate of construction with the start and completion dates of each activity and the consequent relationship among various operations in a construction project. അപ്പോൾ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ആ പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെയും കണക്ട് ചെയ്തിട്ട് നമ്മൾ വരക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ CPM-ഉം PERT-ഉം ഒക്കെ പഠിച്ചായിരുന്നു. അത് തന്നെയാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഓരോ ആക്ടിവിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനകത്ത് ഉണ്ടാവും. ബിഫോർ പ്രിപ്പയറിംഗ് ദ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ദ ഫോളോയിങ് മസ്റ്റ് ബി നോൺ. ഒരു കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വേരിയസ് ഓപ്പറേഷൻസ് ടു ബി ഡൺ ഇൻ എ പർട്ടിക്കുലർ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ നമുക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ വർക്കുകളാണ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. ദ ക്വാണ്ടം ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ ഈച്ച് ഓപ്പറേഷൻ. ഓരോ വർക്കിലും എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ആ ഒരു വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്, M³ M²-ലൊക്കെയാണോ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ദ റേറ്റ് ഓഫ് പ്രോഗ്രസ് ആൻഡ് റേറ്റ് ഓഫ് കംപ്ലീറ്റിംഗ് ദ വർക്ക്. അപ്പോൾ ആ വർക്ക് ഇപ്പോൾ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അതേപോലെ ഏത് റേറ്റിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതാണ്. നമ്പർ ഓഫ് ലേബറർ റിക്വയർഡ്. ആ ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ലേബേഴ്സ്, അവരുടെ ക്വാളിറ്റീസ്, അൺസ്കിൽഡ് ആണോ സ്കിൽഡ് ആണോ എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ്. ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള മെഷീൻസും എക്യുപ്മെൻറ്റ്സിന് എത്ര എണ്ണം വേണം, അത് ഏത് ക്വാളിറ്റിയിലുള്ളത് ഏത് ടൈപ്പിലുള്ളതും വേണമെന്നുള്ള അറിയണം. ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിങ് ദ വർക്ക്, ഡേറ്റ് ഓഫ് കംപ്ലീറ്റിംഗ് ദ വർക്ക്. ഓരോ വർക്കും ഏത് ഡേറ്റിൽ തുടങ്ങണമെന്നും ഏത് ഡേറ്റിൽ ഫിനിഷ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് വേണം. കോറിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഓരോ വർക്കുകൾ തമ്മിലും ഓരോ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻസും കോറിലേഷൻസൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി CPM-ഉം PERT-ഉം അതിൻ്റെ ഒരു സാമ്പിൾ ഫ്ലോ ചാർട്ടും ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രവും ഒക്കെ നമുക്ക് കാണിക്കാവുന്നേ ഉള്ളൂ. അടുത്ത മെറ്റീരിയൽ ഷെഡ്യൂൾ. ദിസ് ഷെഡ്യൂൾ ഷുഡ് ബി പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് സ്റ്റാർട്ട് ഓഫ് വർക്ക്. ഒരു വർക്ക് തുടങ്ങുന്നതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഷെഡ്യൂളാണ് മെറ്റീരിയൽ ഷെഡ്യൂൾ. ദിസ് ഷെഡ്യൂൾ മേ ബി പ്രിപ്പയർഡ് ഫ്രം ദ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ. ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ ഓരോ ആക്ടിവിറ്റി ഉണ്ടാവും. ആ ആക്ടിവിറ്റി ഏത് ദിവസമൊക്കെ തുടങ്ങണം, ഏത് ദിവസം തീർക്കണമെന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടു അവോയ്ഡ് ഡിലേ ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്, ഓൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഷുഡ് റീച്ച് സൈറ്റ് അറ്റ്ലീസ്റ്റ് ബിഫോർ ദ സ്റ്റാർട്ടിംഗ് ഓഫ് വർക്ക്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ എക്സിക്യൂഷൻ മുടങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കണം. In case the material stored at long before its use, it is likely to deteriorate in its quality. അപ്പോൾ നമ്മൾ ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ ഇത് വാങ്ങണം എന്നുള്ള കേസ് കൊണ്ട് നമ്മൾ ഒരുപാട് നേരത്തെ ആ മെറ്റീരിയൽ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിരുന്ന് നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. Thus, at the time of preparing material schedule, following points must be kept. അപ്പോൾ ഒരു മെറ്റീരിയൽ ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ദ മെറ്റീരിയൽ ഷുഡ് ബി ഡെലിവേർഡ് അറ്റ് ദ സൈറ്റ് അറ്റ്ലീസ്റ്റ് 1 week ഏർലിയർ ദാൻ ഇറ്റ്സ് യൂസ്. ആ മെറ്റീരിയൽ എന്നാണോ ആവശ്യം അതിന് ജസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും ആ മെറ്റീരിയൽ അവൈലബിൾ ആക്കുക. ഒരുപാട് നേരത്തെ വാങ്ങണമെന്നില്ല. മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഷുഡ് നോട്ട് റിമെയിൻ അൺയൂസ്ഡ് ഫോർ ലോങ് ടൈം. സൈറ്റിലുള്ള മെറ്റീരിയലിനെ
ഒരുപാട് നാളത്തേക്ക് അൺയൂസ് ചെയ്ത് വെക്കരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലോഡ് മണ്ണിറക്കി, 2 ലോഡ് മണ്ണിറക്കി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലോഡ് നമ്മൾ യൂസ് ചെയ്ത് തീർത്തു, ഫസ്റ്റ് ലോഡ് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ലോഡ് തീർന്നുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്തൊരു 3ാമത്തെ ലോഡ് ഇറക്കി. എന്നിട്ടും നമ്മൾ ഫസ്റ്റ് ലോഡ് തൊടാതെ സെക്കൻഡ് ലോഡ് തന്നെ യൂസ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ലോഡ് ഓഫ് മെറ്റീരിയൽ അവിടെ ഡംപ് ചെയ്ത് കുറച്ച് നാളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അവിടെ മോശം വരും. അപ്പോൾ സൈറ്റിലുള്ള മെറ്റീരിയൽസൊക്കെ ആവശ്യാനുസരണം യൂസ് ചെയ്ത് തീർക്കുക, ഒരുപാട് നാൾ അതിനെ പെൻഡിങ് നിർത്തരുത്. അടുത്തത് ലേബർ ഷെഡ്യൂൾ. ദ മെയിൻ എയിം ഓഫ് ദിസ് ഷെഡ്യൂൾ ഈസ് ടു ഡിസൈഡ് ദ നമ്പർ ഓഫ് സ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓൺ ഡിഫറെൻറ്റ് റേറ്റ്സ്. അപ്പോൾ ലേബർ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ലേബേഴ്സിൻ്റെ ഷെഡ്യൂളാണ്. ഓരോ ദിവസവും എത്ര ലേബേഴ്സ്, എത്ര എണ്ണം വേണം, ഏതൊക്കെ ക്വാളിറ്റിയിലുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എത്ര സ്കിൽഡ് ലേബേഴ്സിനെ എത്ര അൺസ്കിൽഡ് ലേബേഴ്സിനെ നമുക്ക് ആ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുള്ളത് കിട്ടും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഷെഡ്യൂൾ റിക്വയർഡ് ലേബർ ക്യാൻ ബി അറേഞ്ച്ഡ് വെൽ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ വർക്ക് ഡേറ്റിന് മുമ്പ് തന്നെ നമുക്ക് ലേബേഴ്സിൻ്റെയൊക്കെ അവൈലബിലിറ്റിയൊക്കെ പറഞ്ഞ് പേയ്മെൻറ്റൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ലേബർ കോസ്റ്റ്. അപ്പോൾ ലേബർ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാം. കാരണം ലാസ്റ്റ് മിനിറ്റ് പോയി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റേറ്റ് പറയും. നേരത്തെ വിളിച്ചിട്ട് അവർ അവൈലബിൾ ആണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന റേറ്റിൽ അവർ നമുക്ക് വന്ന് ചെയ്തു തരും. അതേപോലെ സ്കിൽഡ് ലേബേഴ്സൊക്കെ എപ്പോഴും അവൈലബിൾ ആവുന്നില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് കോസ്റ്റ്ലി ടു അറേഞ്ച് സ്കിൽഡ് ലേബേഴ്സ് ആസ് വെൽ as ആൻഡ് വെൻ ദേ റിക്വയർഡ്. അപ്പോൾ സ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് തോന്നുന്ന സമയത്ത് പോയി കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് അന്നത്തെ ഡേറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റൊക്കെ മിനിമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഒരു ലേബർ ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് ഫസ്റ്റ് സീരിയൽ നമ്പർ, സ്റ്റാഫ് കാറ്റഗറി, നമ്പർ റിക്വയർഡ്, റിക്വയർമെൻറ്റ്, ഫെം, ടു ഡേറ്റ്, റിമാർക്സ്. ഓക്കെ, ഇതിനൊരു അത് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, ഞാൻ ജസ്റ്റ് വായിക്കാം. ഫസ്റ്റ് വൺ പ്രൊജക്ട് മാനേജറാണ്. നമുക്ക് വേണ്ടത് ഒരു നമ്പർ ഓഫ് പ്രൊജക്ട് മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് മന്ത് മുതൽ 10th മന്ത് വരെ ആവശ്യമുണ്ട്. സെക്കൻഡ് നമ്മൾ കൊടുത്തേക്കുന്നത് റെസിഡൻറ്റ് എഞ്ചിനീയർ ആണ്. ഒരു ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. ഫസ്റ്റ് മന്ത് മുതൽ ലാസ്റ്റ് മന്ത് വരെ ആവശ്യമുണ്ട്. തേർഡ് വൺ നമുക്ക് സിവിൽ എഞ്ചിനീയർ ആണ്. ഒരു ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരാളാണ് വേണ്ടത്. സെക്കൻഡ് മന്ത് മുതൽ 10th മന്ത് വരെ ആവശ്യമുണ്ട്. ഇനി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഒരു ആൾ മതി. 6th മന്ത് മുതൽ 10th മന്ത് വരെയാണ് വേണ്ടത്. കാര്യം എന്താണ്, ഇലക്ട്രിക്കൽ വർക്കൊക്കെ നമ്മൾ ഏകദേശം ജോബ് തീരാറാകുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് 6th to 10th മന്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ജൂനിയർ എഞ്ചിനീയർ ഇൻ സിവിൽ, അത് നമുക്ക് സെക്കൻഡ് മന്ത് മുതൽ 7th മന്ത് വരെയാണ് വേണ്ടത്. അതായത് മെയിൻ ആയിട്ടുള്ള കോൺക്രീറ്റിങ്ങും മെയിൻ വർക്കുകളൊക്കെ നടക്കുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് ടൈം. അതേപോലെ നമുക്ക് ഫോർമാൻ ഉണ്ട്, ഒരാൾ മതി. അപ്പോൾ അങ്ങനെ ഓരോ ഡീറ്റെയിലുമാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ചിലയിടത്ത് റിമാർക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുമ്പോഴത്തേക്കും കോൺക്രീറ്റിംഗ് വർക്കും പിന്നെ അതൊക്കെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫോർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫോർമാനെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ടേബിളിൽ നമ്മൾ ലേബർ കാറ്റഗറി, അപ്പോൾ സീരിയൽ നമ്പർ, ലേബർ കാറ്റഗറി, നമ്പർ റിക്വയർഡ്, റിക്വയർമെൻറ്റ്, മാർക്സ്. ഫസ്റ്റ് വൺ അൺസ്കിൽഡ് ലേബേഴ്സ് ചിലപ്പോൾ 10 ആയിരിക്കും. അത് ഏത് മാസം, ഫസ്റ്റ് മാസം മുതൽ ചിലപ്പോൾ 10th മാസം വരെ വേണ്ടി വരും. സെമി സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 5 മതിയായിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് മാസം മുതൽ 10th മാസം വരെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ്. നമുക്ക് ഇതേ രീതിയിൽ ലേബർ ഷെഡ്യൂളിൻ്റെ ഒരു ചാർട്ട് കാണിക്കാവുന്നേ ഉള്ളൂ. അടുത്തത് എക്യുപ്മെൻറ്റ് ഷെഡ്യൂളാണ്. ദ ഓണർ ഷുഡ് ഹാവ് ഫുൾ നോളേജ് ഓഫ് എക്യുപ്മെൻറ്റ് പർച്ചേസ്ഡ് ബൈ ഹിം. അപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഓണർ പർച്ചേസ് ചെയ്തേക്കുന്ന എക്യുപ്മെൻറ്റിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് കോൺട്രാക്ടറിന് കൊടുത്തേക്കുന്ന എക്യുപ്മെൻറ്റിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയേണ്ടതാണ്. യൂഷ്വലി ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് സെൻഡ് ടു ദ ഓണർ. ഈ താഴെ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമ്മൾ ഓണറിൻ്റെ സെൻഡ് ചെയ്യുന്നത്. ഒന്ന് കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്, എഫിഷ്യൻസി ഓഫ് ഈച്ച് എക്യുപ്മെൻറ്റ്, റെക്കോർഡ് ഓഫ് ദ റിപ്പയർ, ഡ്യൂറേഷൻ ഓഫ് എഫക്റ്റീവ് യൂസ് ഓഫ് എക്യുപ്മെൻറ്റ്, ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയർ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺട്രാക്ടർ ഓണറിന് കൊടുക്കേണ്ട ഒരു ലിസ്റ്റാണിത്. എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയുണ്ട്, റിപ്പയർ ചെയ്തേക്കുന്നതിൻ്റെ റെക്കോർഡ്സ്, അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് എഫക്റ്റീവ് യൂസ്, എക്സ്പെൻഡിച്ചറിൻ്റെ റിപ്പയറിൻ്റെയൊക്കെ ഡീറ്റെയിൽ. To decide the type, number and date on which a particular equipment will be needed, equipment use schedule has to be prepared before the start of project. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്, എത്ര നമ്പർ, ഏതൊക്കെ ഡേറ്റിൽ ഈ എക്യുപ്മെൻറ്റ് നമുക്ക് സൈറ്റിൽ വേണം എന്നുള്ളത് നമുക്ക് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റാക്കി വെക്കണം. സോ ദാറ്റ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ബ്രോട്ട് അറ്റ് ദ സൈറ്റ് ആസ് ആൻഡ് വെൻ നീഡഡ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും നമുക്കത് റെൻറ്റിനെടുത്ത്
അഡ്വാൻസ് ചെയ്ത് നമുക്ക് സൈറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. The aim of the schedule is to derive maximum advantage of the equipment when at site and remove it from the site when its job is over. അപ്പോൾ നമുക്ക് ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് വെൽ ഇൻ അഡ്വാൻസ് നമുക്ക് ആ ഒരു മെഷീൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നാൾ നമ്മൾ സൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുവഴി റെൻ്റൽ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി വർക്കുള്ള സമയങ്ങളിൽ നമുക്ക് വർക്ക് ഡിലേ ആക്കാതെ വലിയ അഡ്വാൻസ് അത് വാങ്ങി വെക്കാനും പറ്റും. അപ്പോൾ വർക്ക് സ്മൂത്തായിട്ട് എഫിഷ്യൻ്റായിട്ടും പോവുകയും ചെയ്യും. പിന്നെ ഒരുപാട് നാൾ നമുക്ക് സൈറ്റിൽ ചുമ്മാ ഡംപ് ചെയ്ത് വെക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി വാങ്ങിയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ഒരു എക്യുപ്മെൻറ്റ് ഷെഡ്യൂൾ ആവശ്യമാണ്. ഇനി എക്യുപ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ എക്യുപ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എക്യുപ്മെൻറ്റ് യൂസ് റിപ്പോർട്ട് എന്നാണ് അതിനെ പറയുന്നത്. ആദ്യം തന്നെ ജോബ് നെയിം, വർക്കിൻ്റെ നെയിം, പ്രോജക്റ്റിൻ്റെ നെയിം, ഓണറിൻ്റെ നെയിം, വർക്കിൻ്റെ ലൊക്കേഷൻ, ഡേറ്റ് ഓഫ് ക്ലോസിംഗ് വീക്ക്, വർഷം. ഇനി ഈ ഒരു ഫിഗറിൽ ഇങ്ങനെ കാണിച്ചേക്കുന്നത് ഹാച്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആ എക്യുപ്മെൻറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ എത്ര ദിവസം വേണമെന്നുള്ളതാണ്. ബ്ലാങ്ക് കാണിച്ചേക്കുന്നത് ഐഡിയൽ, നമ്മൾ ആ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ക്രോസ് ചെയ്താൽ കാണിച്ചേക്കുന്നത് എക്യുപ്മെൻറ്റ് അണ്ടർ റിപ്പയർ എന്നാണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ ടേബിളിൻ്റെ ഫസ്റ്റ് എക്യുപ്മെൻറ്റ് ഓരോ ആഴ്ചയിലെയും ദിവസങ്ങളാണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അങ്ങനെ ആഴ്ചയിലുള്ള 7 ദിവസം നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പവർ ഷവലാണ് യൂസ് ചെയ്യുന്നത്. പവർ ഷവൽ നമ്പർ 5. ഒരുപാട് ഷവൽ ഉണ്ടാവും, പവർ ഷവൽ നമ്പർ 5 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ഈ സിമ്പിൾ വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ദിവസവും ഈ ഷവൽ വർക്കിംഗ് കണ്ടീഷനാണ്. സാറ്റർഡേ, സൺഡേ നമ്മൾ ഐഡിയൽ അത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അടുത്തത് ഡ്രാഗ് ലൈൻ നമ്പർ 7 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മൺഡേ, ട്യൂസ്ഡേ അത് വർക്കിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് വെനസ്ഡേയും തേഴ്സ്ഡേയും അത് അണ്ടർ റിപ്പയർ കണ്ടീഷനിലായിരുന്നു. ഫ്രൈഡേ നമ്മളത് ഐഡിയൽ വർക്ക് ചെയ്യിക്കാതെ വെച്ചു. സാറ്റർഡേ, സൺഡേ വീണ്ടും അത് വർക്ക് ചെയ്യിപ്പിച്ചു. ആ രീതിയിൽ നമുക്ക് ഇതുപോലത്തെ എക്യുപ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഓരോ എക്യുപ്മെൻറ്റും അതിൻ്റെ കറക്റ്റ് പേരും അതിൻ്റെ നമ്പരും വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യുക. വർക്കിംഗ് ആണെങ്കിൽ ഹാഷ് ചെയ്ത് കാണിക്കുക, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചുമ്മാ ബോക്സ് ആയിട്ട് ഇടുക, റിപ്പയർ ആണെങ്കിൽ ക്രോസ് വരച്ചിട്ട് ഇടുക. ഇതാണ് നമ്മൾ എക്യുപ്മെൻറ്റ് ഷെഡ്യൂളിൽ വരുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ ഷെഡ്യൂളാണ്. ഫിനാൻഷ്യൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, ഫിനാൻഷ്യൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണം അല്ലേ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ ചെയ്ത് മെറ്റീരിയൽ ഷെഡ്യൂൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് അടുത്ത ആഴ്ച എത്ര എക്യുപ്മെൻറ്റ് വേണം, എത്ര ലേബേഴ്സ് വേണം, എത്ര മെറ്റീരിയൽ വേണം, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻസ് കാശിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ ഷെഡ്യൂളും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഓരോ ഷെഡ്യൂളും നമ്മൾ എടുത്തു വെച്ചിട്ട് നോക്കും. തൊട്ടടുത്ത മാസം നമുക്ക് എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം, എത്ര ലേബേഴ്സ് വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡ്വാൻസ് കൊടുത്ത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മാസവും ആ മാസത്തിൽ ഓരോ ആഴ്ചയും നമുക്ക് ക്യാഷ് ഫ്ലോ എങ്ങനെ വരുന്നു എന്നുള്ളത് അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു മെയ് എന്ന് പറയുന്നൊരു മാസം എടുത്തു. മെയ്യിൽ ആദ്യത്തെ 5 ദിവസം നമുക്ക് ഒരു 10 lakhs rupees വേണം. ചിലപ്പോൾ സെക്കൻഡ് വീക്കിൽ നമുക്ക് ഒരു 5 lakh rupees മതിയായിരിക്കും. തേർഡ് വീക്കിൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും 20 lakhs rupees വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ഷെഡ്യൂൾ പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ ക്യാഷ് ഫ്ലോ നമുക്ക് ബ്രേക്ക് വരുന്നത്, ക്യാഷ് ഫ്ലോ നിന്ന് പോയാൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകും. ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ മെറ്റീരിയൽ വാങ്ങാതെ ലേബേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റില്ല, എക്യുപ്മെൻറ്റിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് സ്റ്റോപ്പായി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക് യു.